നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് ആട്ടൂർ തിരൂർ റോഡിൽ പോട്ടൂർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തുറന്നിട്ടിരുന്ന വഴി അടച്ചിട്ടതിന്റെ പേരിൽ പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർമാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ രണ്ടാം ദിവസം തദ്ദേശീയരായ കുമാരിമാരായ ദുർഗ രഘു, വൈഗ രവികുമാർ എന്നിവർ സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് നിരവധി പേർ ഭക്തിഗാനങ്ങളും ആലപിച്ചു ശ്രോതാക്കൾക്ക് ആനന്ദം പകർന്നു. കോലഴി ഗ്രാമപഞ്ചായത്ത് ആട്ടൂർ തിരൂർ റോഡിൽ പോട്ടൂർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. ലെവൽ ക്രോസില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പോട്ടൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2.5 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് സാമൂഹികാഘാത പഠനവും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള മറ്റ് പ്രാരംഭ നടപടികളും നടന്നത്. 113 സെന്റ് ഭൂമിയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത്. ശരാശരി 6 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ആകെ നഷ്ടപരിഹാര തുകയായി അനുവദിച്ചത്. ഭൂമിക്ക് നഷ്ടപരിഹാര തുകയായി 7.41 ലക്ഷം രൂപയും കെട്ടിടങ്ങളുടെ വിലയായി 29.5 ലക്ഷം രൂപയും പുനരധിവാസ പുനഃസ്ഥാപന പാക്കേജായി 4.60 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 7.46 ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കളായ 33 കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത്. മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. റെയിൽ കോർപ്പറേഷനും കരാർ കമ്പനിയും തമ്മിൽ എഗ്രിമെന്റായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, സ്പെഷ്യൽ തഹസിൽദാർ ബിന്ദു TG, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, മുൻ പ്രസിഡന്റ് MR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തുറന്നിട്ടിരുന്ന വഴി അടച്ചിട്ടതിന്റെ പേരിൽ പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർമാർ രംഗത്ത്. വികസനത്തിന്റെ പേരിൽ കാലങ്ങളായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തുറന്നിരുന്ന വഴി അടച്ചിട്ടതിന്റെ പേരിൽ പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർ രംഗത്ത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ പിൻഭാഗത്തുള്ള വഴി ഇപ്പോൾ റെയിൽവേ അധികാരികൾ വികസനത്തിന്റെ പേരിൽ അടച്ചിരിക്കുകയാണ്. ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ യാത്രക്കാരെക്കാൾ കൂടുതൽ ഈ പ്രദേശത്തെ റെയിൽവേ കോളനിയിലെയും ചരൽപ്പറമ്പിലെയും MRS റോഡിലേക്കും പോകുന്ന ആളുകൾക്ക്, യാത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റെയിൽവേ കോളനി നിവാസികൾക്കും ചരൽപ്പറമ്പ് നിവാസികൾക്കും യാത്രക്കാർക്കും യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഡിവിഷൻ കൗൺസിലർമാരായ വികസനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യാതൊരു വികസനമുണ്ട്. വികസനം പറഞ്ഞാൽ പാശ്ചാത്യ മേഖലകളിലെ ബിൽഡിംഗ് ഉയർത്തുന്നു, റെയിൽവേ സ്റ്റേഷനെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണോ എന്ന് പോലും അവർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഈ ബോർഡുകളിൽ. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം വടക്കാഞ്ചേരി ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ വടക്കാഞ്ചേരി ഉള്ളത്. എന്താണ് വടക്കാഞ്ചേരി എന്ന് അന്യ ആളുകൾക്ക് അറിയേണ്ടി വരില്ല. റെയിൽവേ സ്റ്റേഷൻ എവിടെ ചോദിക്കുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നിലവിലെ സൗകര്യങ്ങൾ യാത്രക്കാർക്കും പ്രദേശത്തെ ആളുകൾക്കും ആവശ്യമുള്ളത് ട്രെയിനാണ്. ആ ട്രെയിൻ നിന്നിരുന്ന ട്രെയിനുകൾ പോലും ഇന്ന് നിർത്താത്തൊരു സ്ഥിതിയാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ. ബോംബെ ജയന്തി ആയാലും ടീ ഗാർഡൻ എക്സ്പ്രസ് ആയാലും കണ്ണൂർ എക്സ്പ്രസ് ആയാലും അങ്ങനെ മറ്റേ പുനലൂർ എക്സ്പ്രസ് അങ്ങനെയുള്ള ട്രെയിനുകൾ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വികസനങ്ങൾ നടക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെയുള്ള അടിയന്തരമായ റെയിൽവേയുടെ ഭാഗത്ത് ഇടപെടലില്ലെങ്കിൽ തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട റെയിൽവേ കോണിയിലെയും പാവപ്പെട്ട ചരൽപ്പറമ്പിലെയും MRS സ്കൂളിലെയും ജീവനക്കാർക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ള ഒരു സമര പോരാട്ടത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. KPCC മുൻ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ PJ പൗലോസ് അന്തരിച്ചു. KPCC മുൻ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ മണ്ണാർക്കാട് തെങ്കര പനയാരംപള്ളി വീട്ടിൽ PJ പൗലോസ് അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. 79 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി 10:30 മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അന്ത്യം. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിക്ക് സാധ്യത.
ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടിക്ക് സാധ്യത. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെയുള്ള ശരത്തിന്റെ ശബ്ദരേഖ വിവാദമായിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുന്നു. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. എരുമപ്പെട്ടി തയ്യൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. പൂക്കുന്നത്ത് അൻസാറിന്റെ വീട്ടിലെ 15ഓളം കോഴികളാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത്. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. ഗുരുവായൂരിലെ ഹോട്ടലിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ഹോട്ടലിൽ പരിശോധന നടത്തി താൽക്കാലിക ജീവനക്കാർ കൂടുതലാണെന്ന് പറയുകയും ഒതുക്കി തീർക്കാൻ 10000 രൂപ ആവശ്യപ്പെടുകയും 5000 രൂപ നിർബന്ധിച്ച് വാങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ സെപ്റ്റംബർ 17-ന് ചാവക്കാട് നിന്നും സ്ഥലം മാറ്റം ലഭിച്ച ജയപ്രകാശ് എറണാകുളം കാക്കനാട് ലേബർ ഓഫീസിൽ ജോയിൻ ചെയ്തു. ഈ വിവരം മാനേജറിൽ നിന്നും മറച്ചുവെച്ച് ബാക്കി തുകയായി 5000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ഗൂഗിൾ പേ വഴി പണം നൽകാനാണ് ആവശ്യപ്പെട്ടത്. ഇത് സാധിക്കില്ലെന്ന് അറിയിച്ചപ്പോൾ താൻ നേരിട്ട് വന്ന് പണം വാങ്ങിക്കൊള്ളാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെ മാനേജർ തൃശൂർ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. തുടർന്ന് ചൊവ്വാഴ്ച കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് പ്രതിയെ കൈയോടെ പിടികൂടുന്നത്. ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ ശൈലജയാണ് മക്കളുമൊന്നിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൾ 6 വയസ്സുകാരി അണിമയാണ് മരിച്ചത്. ശൈലജ, മകൻ അക്ഷയ് എന്നിവർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. പ്രദീപ് 2 ആഴ്ച മുമ്പ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബമെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. രാത്രി വൈകിയിട്ടും വീട്ടിനുള്ളിൽ നിന്നും ആരെയും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് കുത്തി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് മൂവരെയും അബോധാവസ്ഥയിൽ മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, AC മൊയ്തീൻ, R ബിന്ദു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഷാജൻ തുടങ്ങിയവരും MK കണ്ണൻ, ബേബി ജോൺ മാസ്റ്റർ ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. തിരികെ വാർത്തകളിലേക്ക്. ദേശീയപാത 3 പീടിക സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. ദേശീയപാത 3 പീടിക സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. എറണാകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗ്രൗണ്ട് വികസന പ്രവർത്തനങ്ങൾ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയട വലി എന്ന പോലെ ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പണിയിൽ ഗുരുതര വീഴ്ച ഉണ്ടെന്ന് ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ സുപ്രീം വോയിസ് ന്യൂസിനോട് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ പണി നടക്കുകയാണ്. അതിൽ പണി നടക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുള്ള, സമര നടപടികൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയുടെ, ജനനി എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ ജനത്തെ അറിയിക്കേണ്ടതിന് ആവശ്യമായി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സംരംഭത്തിന് മുതിരുന്നത്. അവിടെ 2 ചാലുകൾ, കാനകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ, ഗേൾസ് ഹൈസ്കൂൾ ഭാഗത്തു നിന്നും വരുന്ന വെള്ളം പോകുന്നതിന് വേണ്ടി അവിടെ ചാലുകൾ ആവശ്യമാണ് എന്ന് പറയുന്നു. ഈ ഗ്രൗണ്ടിൻ്റെ പുനർനിർമ്മാണത്തിന് പദ്ധതി ഇടുമ്പോൾ ഗേൾസ് ഹൈസ്കൂൾ താഴെയല്ലായിരുന്നു ഗ്രൗണ്ടിൻ്റെ, അന്നും ഗേൾസ് ഹൈസ്കൂൾ മേളിൽ തന്നെ ആയിരുന്നു. എന്തുകൊണ്ട് പ്ലാൻ ഇട്ടവർ
ബഡ്ജറ്റ് തയ്യാറാക്കിയവർ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് മനസ്സിലാവാത്ത കാര്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡിൻ്റെ ആ നിലംപതിക്ക് ശേഷം ഗ്രൗണ്ടിൽ ചാലുണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരെയാണ്. അവിടെ ആ 50 മീറ്ററിൽ കൂടി ചാലുണ്ടാക്കാതെ ആ ചാല് ഇപ്പോൾ ഉണ്ടാക്കിയതിന് പ്രയോജനം ചെയ്യില്ല. ഇത് കാലങ്ങളായിട്ട് ബെന്നി പുറമ്പോക്ക് സ്ഥലം കയ്യേറി എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കിയ കാലം തൊട്ട് ആ ഒരു വീടിൻ്റെ സ്ഥലം വിട്ടുകിട്ടാതെ നിൽക്കുന്നതാണ്. ഇതുണ്ടാക്കി ഇതിന് പ്ലാനിട്ട സമയത്ത് എന്തുകൊണ്ട് അക്കാര്യം അറിയാതെ പോയി? അപ്പോൾ അവിടെ ചാലുണ്ടാക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നല്ലോ. അപ്പോൾ അന്ന് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് കാണണ്ടേ? അവിടെ ആൾട്ടർനേറ്റീവ് കാണാനുള്ള സൗകര്യമുണ്ടല്ലോ. ഈ ഇറങ്ങി വരുന്ന വെള്ളം ഗ്രൗണ്ടിൽ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മറ്റേ ഇപ്പുറത്തുള്ള ചാലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അധിക ചിലവില്ലാതെ ഈ കാര്യം നടക്കുമല്ലോ. അത് നടത്തിയിട്ടില്ല. കൂടാതെ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ചാലിൽ നിന്നും വെള്ളം ഉള്ളിലുള്ള ഒരു ചാലിൽ കൂടി തോട്ടിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അത് നേരെയാക്കിയിട്ടില്ല. പിന്നെ ഗ്രൗണ്ടിൻ്റെ വടക്കുവശം ഒരു ചാലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്രൗണ്ട് വീണ്ടും ഉയർത്തണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ചാലിൻ്റെ മതിൽ അതിൻ്റെ അളവ് വരുന്നത് ഈ ഹൈറ്റ് ഗ്രൗണ്ട് ഉയർത്തുന്നതിനേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും മണ്ണ് ചെളിയും ഈ ചാലിലേക്ക് വീണ് ഗ്രൗണ്ടിൽ നിന്ന് ധാരാളം മണ്ണ് ഒലിച്ചു പോകുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ ആകെ ഒരു ദുരൂഹതയും യാതൊരു കാര്യവും പ്ലാനിങ്ങോടുകൂടിയും അല്ല നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത്. പിന്നെ ചാലിന് 90 സെൻറ്റിമീറ്റർ വീതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ 90 സെൻറ്റിമീറ്റർ ചില ഭാഗങ്ങളിലുണ്ടെന്നല്ലാണ്ട് ചാലിന് പൂർണ്ണമായും ഈ 90 സെൻറ്റിമീറ്റർ ഇല്ല. ഇതിൻ്റെ വലതുവശം വടക്കുവശം കെട്ടിയിരിക്കുന്നതിന് ഒട്ടുമില്ല. വടക്കുവശത്ത് ഇനിയിപ്പോൾ മീൻ വളർത്തൽ കേന്ദ്രമായിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും. കാരണം അവിടെ വെള്ളമൊന്നും വരാനില്ല. കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനൊരു തടയണയും കൂടി വെച്ച് കഴിഞ്ഞാൽ മീൻ വളർത്താൻ പറ്റും. ആ രീതിയിലാണ് ഗ്രൗണ്ടിൻ്റെ പണി. ഇപ്പോൾ കുറച്ച് മണ്ണടിക്കുന്നുണ്ട്. ഈ മണ്ണിൻ്റെ താഴെ കിടക്കുന്ന ഒരിക്കൽ പറയണ്ടായി തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്ന് വടക്കാഞ്ചേരി പുഴയിൽ നിന്ന് കയറ്റിയ മണ്ണ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുഴയിലിടുകയെന്ന്. ഇതിന് പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ കുപ്പിച്ചില്ലും സൂചിയും പരാതി വന്നപ്പോഴത്തേക്ക് കുറേ പറക്കുന്നുണ്ട്. എന്നാലും ധാരാളം കുപ്പിച്ചില്ലും അതിൻ്റെ ഈ സൂചിയും ഡിവൈൻ ആശുപത്രിയിൽ നിന്ന് വന്നിരിക്കുന്ന സൂചിയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ ചാലിൽ നിന്ന് പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയെന്ന് പറഞ്ഞു. പുഴയിൽ നിന്ന് എങ്ങനെയാണ് മണ്ണ് കയറ്റിയിരിക്കുന്നത്? കാണാവുന്നതാണല്ലോ. ആ അമ്പലത്തിൻ്റെ പുറകിലെ പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയിട്ട് എടുത്തുകൊണ്ട് പോകാതെ വീണ്ടും ചാലിലേക്ക് പുഴയിലേക്ക് ഒഴുകി വീഴുന്നു. പുഴയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. 10 കോടി രൂപ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പണിയില്ല. അതിൻ്റെ പണിയും നടക്കുന്നില്ല. ഇങ്ങനെ ഒരു തരത്തിലും ഒരു കാര്യവും ചെയ്താൽ തീരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയല്ല മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ പണി തുടങ്ങിക്കുള്ളൂ. ഒരു പ്ലാനിങ് ഉണ്ടാക്കൂ. ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ആ പ്ലാൻ ചെയ്തിട്ട് അത് ഞാൻ ഒരിക്കലൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറയേണ്ടായി, ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിശ്വസിക്കരുത്. രാഷ്ട്രീയക്കാർ അവരവരുടെ സ്വന്തം കാര്യമെന്നുള്ള നിലയിൽ ഇടപെടണമെന്ന് പറയേണ്ടായി. ഇതൊന്നും കാണുന്നില്ല. ആ ഉദ്യോഗസ്ഥന്മാർ എന്തോ ചെയ്യുന്നു, അത് പിന്നീട് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി ഓടുന്നു. ഈ രീതി കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ആദ്യം ഒരു പദ്ധതി ഉണ്ടാക്കിയാൽ ആ പദ്ധതിയുടെ പ്ലാനിങ് ഉണ്ടാക്കുക. ആ പ്ലാനിങ്ങിന് എന്തൊക്കെ സൗകര്യം ഉണ്ടാക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ചാല് വേണം, ചാലിന് കുറേ കാശ് വകയിരുത്തി. അപ്പുറത്ത് വേറൊരു ചാല് വേണം, അതിന് കുറേ വകയിരുത്തി. അങ്ങനെ കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിൽ ഈ പോക്കുകൊണ്ട് നാടിനൊരു നന്മ ഉണ്ടാവില്ല എന്നുള്ള വിവരം പിന്നെ കൂടാതെ കണ്ടിപ്പോൾ കുറച്ച് ആൾക്കാരും കുറേ നാട്ടുപ്രമാണിമാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നടന്നു എന്ന് വരുത്താനൊക്കെ പറ്റും എന്നുള്ളത്. അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇതുകൊണ്ടില്ല എന്നുള്ള കാര്യം ഒന്നും പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നു. ഇവിടെ വേണ്ടുന്ന കാര്യം വേണ്ടുന്ന പോലെ അല്ല ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്ര നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ചു.
കോലഴി ഗ്രാമപഞ്ചായത്ത് ആട്ടൂർ തിരൂർ റോഡിൽ പോട്ടൂർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ തുറന്നിട്ടിരുന്ന വഴി അടച്ചിട്ടതിന്റെ പേരിൽ പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർമാർ രംഗത്ത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.